ഓം ശാന്തി. ഒരു വിഷൻ ബോർഡ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇന്ന് അതിനെ കുറച്ച് ഈസി ആയിട്ടും അത് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി പ്രാക്ടിക്കലായിരിക്കുന്ന ഒരു വിഷൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വിചാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്, എൻ്റെ ലൈഫിൽ എന്താവണം എന്ന ഒരു ആഗ്രഹവും അതിനൊരു ചിത്രമുള്ളവർക്ക് മാത്രമേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. ഇനി ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഞാനൊരു വീട്ടമ്മയല്ലേ, ഞാൻ എന്ത് വിഷനാണ് കാണേണ്ടത്, അല്ലെങ്കിൽ ഞാനൊരു വയസ്സായിട്ടിരിക്കുന്ന ഒരാളല്ലേ, ഞാൻ എന്ത് വിഷനാണ് കാണേണ്ടത്, കുട്ടികൾക്കല്ലേ, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം, ഒരു വീട്ടമ്മയാണെന്ന് വിചാരിക്കും. പ്രത്യേകിച്ചൊരു കാര്യം നമുക്ക് നേടിയെടുക്കാനില്ല, എന്നാലും സ്പിരിച്വലി ഹാപ്പി ആയിരിക്കുന്ന, ഹെൽത്തി ആയിരിക്കുന്ന, ഒരു മാനസികമായി വളരെ ഉയർന്ന തലത്തിലുള്ളതായിരിക്കുന്ന ഒരു മൈൻഡ് സെറ്റപ്പുള്ള, എല്ലാവർക്കും ആശ്രയമാകാൻ പറ്റുന്നൊരു വീട്ടമ്മയാവാലോ. അതെന്തു വലിയ ഗിഫ്റ്റാണെന്നറിയോ ഭഗവാന്റെ അടുത്ത് കിട്ടുന്നത്. മറ്റൊന്ന്, ഒരു ജോലിക്ക് പോകുന്ന ഒരാളാണ്, ഞാൻ ഓൾറെഡി എൻ്റെ കമ്പനിയൊക്കെ റൺ ചെയ്യിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതിന് നെക്സ്റ്റ് ഹൈറ്റ് എന്താണ്, അതിനുവേണ്ടി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏത് കുട്ടികൾക്കോ ചെറുപ്പക്കാർക്കോ വയസ്സായവർക്കോ, ഇനി വയസ്സായവരോ തന്നെയെന്ന് വിചാരിക്കും, ഞാൻ 65 വയസ്സായിട്ട് പെൻഷനായിരുന്ന ഒരാളാണ്, ഞാൻ എന്ത് വിഷൻ കാണാനാണ്. തീർച്ചയായിട്ടും അവസാന സമയം ഭഗവാനെ ഓർത്തുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കിടന്ന് കഷ്ടപ്പെടാതെ ഈസി ആയിട്ട് പോകാൻ വേണ്ടി അതും നമുക്ക് ഉണ്ടാക്കാമല്ലോ. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനെ ഒരു ചിത്രമൊക്കെ ഉണ്ടാക്കി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് മൊമെൻറ്റ്സിൽ എപ്പോഴും ചിരിച്ച മുഖത്തോടെ, ഒരു ചിരിച്ച മുഖത്തോടുള്ള വാർദ്ധക്യം കാണാൻ സാധിക്കുക എന്ന് വെച്ചാൽ എല്ലാവർക്കും എന്തൊരു ആനന്ദമായിരിക്കും എന്നറിയോ. ഞാൻ പലപ്പോഴും കാണാറുണ്ട് ചില മുത്തശ്ശിമാരെ പല്ലുപോലും ഇല്ലാതെ, അവരുടെ തൂങ്ങിയ കാതുകളും ആ പല്ലുകൊഴിഞ്ഞ മുഖമായിട്ടുള്ള ചിരിച്ച മുഖം കാണുമ്പോൾ എത്ര പരസ്യങ്ങൾക്ക് അവരെടുക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ആ മുഖം എല്ലാവർക്കും എന്തൊരു ആകർഷണമാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ലൈഫ് എന്ന് പറയുന്നത് അന്തിമ നിമിഷം വരെ ആസ്വദിക്കാനുള്ളതാണ്. ഒരു മാസത്തേക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണമെങ്കിൽ, ഒരു വർഷത്തേക്ക് വേണ്ടി ഉണ്ടാക്കാം. അഥവാ എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ വേണമെങ്കിൽ ആവാം. ഈശ്വര സാക്ഷാത്കാരാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ആവാം. നിങ്ങളുടെ എയിം എന്താണോ അതനുസരിച്ചാണ് നമ്മൾ ഈ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും മറ്റെല്ലാവർക്കും വേണ്ടി, പിന്നെ നിങ്ങൾക്ക് ഹെൽത്തിന് വേണമെന്നുണ്ടെങ്കിൽ, രോഗിയായി കിടക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വേണം ചിന്തിക്കാൻ. ഫോർ എക്സാമ്പിൾ, നടക്കാൻ പറ്റാതിരിക്കുന്ന ഒരാളാണ്, കാലിന് ഒരു പ്രശ്നം വന്നു, എനിക്ക് നടക്കാനാവുന്നില്ല, അരയ്ക്കുന്ന കീഴ്പ്പെട്ട് വിഷമം വന്നു, നടക്കാനാവുന്നില്ല, അങ്ങനെ ഒരാളാണെങ്കിൽ ആ രീതിയിൽ വേണം ഉണ്ടാക്കാൻ. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യത്തിൽ എല്ലാത്തിനെയും പറയാൻ പറ്റില്ല എങ്കിലും ഒരു എക്സാമ്പിൾ ആയിക്കൊണ്ട് ഞാൻ കുറച്ച് മണി അവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടി ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കൂടെ മറ്റുള്ളതെല്ലാം നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒരു ക്ലിയർ വിഷൻ. അപ്പോൾ സ്റ്റെപ്പ് 1 എന്താണ്? ക്ലിയർ വിഷൻ. എന്താണ് വേണ്ടത്, എന്താണ് ലൈഫിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ കാര്യത്തെക്കുറിച്ച് ഒരു പ്രാവശ്യം ചിന്തിച്ചാൽ പോരാ, ഒരാഴ്ചയെങ്കിലും റെഗുലറായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് യെസ് ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത് എന്നൊരു ക്ലിയർ പിക്ചർ നിങ്ങൾ ഉണ്ടാക്കണം. ക്ലാരിറ്റി. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ക്ലാരിറ്റി. ഇനി അതിന് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല എങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ ബുക്സ് വായിക്കാം, അതല്ലെങ്കിൽ ആരുടെയെങ്കിലും സംസാരിക്കാം, മറ്റേ ഒരു ടീം ഡിസ്കഷൻ വേണമെങ്കിൽ ആവാം. നിങ്ങളുമായിട്ട് പോസിറ്റീവ്ലി ചിന്തിക്കുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ എടുത്തു പറയാൻ കാരണം എന്താ അറിയോ, പലപ്പോഴും ഈ ടീം ഡിസ്കഷൻ എന്ന് പറഞ്ഞ സമയത്ത് നിരുത്സാഹപ്പെടുത്താനുള്ളവരായിരിക്കും 99%. അതിൻ്റെ പിടിയിൽ വീഴാതിരിക്കാൻ വേണ്ടിക്കൊണ്ട്, അല്ലെങ്കിൽ നല്ല നല്ല ക്ലാസ്സുകൾ കേൾക്കും അനുബന്ധമായിട്ട്. ഏത് ടോപ്പിക് എടുത്താലും ആ ടോപ്പിക്കിൽ ഒരുപാട് ലെസൺസ് നമുക്ക് കിട്ടാൻ അവൈലബിൾ ആണെന്ന് യൂട്യൂബിൻ്റെ സഹായം നമുക്കുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് ആവാം, മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി ആലോചിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതനുസരിച്ച്, നിങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചു വന്ന നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വിഷൻ തയ്യാറാക്കൂ. ഇനി ഞാൻ ഉദാഹരണം പറയാൻ പോകുന്നത്, ഒന്നുകിൽ ജോബ് ആവാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണി ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു 1 കോടി രൂപയാണെന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവാനുള്ള മോഹമാണെന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ നല്ലൊരു ഒരു സംരംഭകരായിക്കൊണ്ട് എനിക്കൊരു നല്ല ഇൻകം ഉണ്ടാകുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കൂ. ഇതൊന്നും അല്ലെങ്കിൽ ഹെൽത്തി ഹാപ്പി ഫാമിലിയാണെന്ന് വിചാരിക്കൂ. ഇത്ര നമുക്ക് എടുക്കാമല്ലോ ഏതെങ്കിലും ഒന്ന്. ഏതാണെങ്കിലും നിങ്ങളുടെ ലോകത്തിനനുസരിച്ച്, നിങ്ങളുടെ വിഷൻ അനുസരിച്ച് നിങ്ങൾ ഈ കാര്യത്തിന് ചിന്തിച്ച് യെസ് ഇത്ര സമയം കൊണ്ട് എനിക്കിങ്ങനെ വേണം, എൻ്റെ മക്കളൊക്കെ ഞാൻ പറയുന്നത് അനുസരിക്കുകയും അവരെല്ലാവരും നല്ല രീതിയിൽ പരസ്പരം സ്നേഹിക്കുകയും നന്നായിട്ട് പഠിക്കുകയും നന്നായിട്ട് എക്സസൈസ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും മിടുക്കന്മാരായിട്ട് പോകുന്ന അങ്ങനൊരു ഫാമിലി, ഹാപ്പി ഫാമിലി, അതും നിങ്ങൾക്ക് വിഷൻ ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് യുവർ ചോയ്സ്. എന്താണെങ്കിലും കണ്ടെത്തി കഴിയാന്നുള്ളത് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇതൊരിക്കലും ഞാൻ ഈ പറഞ്ഞു കേട്ട നിമിഷം ശരിയാണ് എനിക്ക് 1 കോടി രൂപ കിട്ടണമെന്ന്
വിചാരിക്കുന്നത്. ശരിയാണ്, ഹാപ്പി ഫാമിലിയാണ് എൻ്റെ, ശരിയാണ്, എനിക്കിത് നേടണം, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഇത് സമയമെടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മിനിമം 1 വീക്ക് ഒരു കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെയാണോ, ഇതിൻ്റെ അപ്പുറത്ത് എനിക്ക് വല്ലതുണ്ടോ എന്നൊക്കെ സ്വയം അവനവനോട് ചോദിച്ച് ഒരു ക്ലിയർ ഐഡിയ കിട്ടണം. ക്ലാരിറ്റി ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വേണ്ടത്? നിങ്ങൾക്ക് ആദ്യം ക്ലിയർ ആയി കഴിഞ്ഞ ശേഷം, ഇപ്പോൾ ഒരു ഹാപ്പി ഫാമിലി ആണെങ്കിൽ, ഇങ്ങനൊരു ഹാപ്പി ഫാമിലി കുറച്ച് ദിവസത്തേക്കല്ലല്ലോ, ഫോർ എവർ വേണമല്ലോ. ആ ഫാമിലിയുടെ ഫ്യൂച്ചർ നിങ്ങളുടെ പ്ലാനിങ് എന്താണ്? അതെന്തുകൊണ്ട് നിങ്ങളൊരു ലൈഫ് ഇങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നു? ഒരു കാര്യം എടുത്തു പറയട്ടെ, നിങ്ങളുടെ ഏതൊരു ഡ്രീമും ഓൺലി ഫോർ യു ആണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ, അവിടെ സെൽഫിഷ്നെസ്സിൻ്റെ ഛായ ഉണ്ടെങ്കിൽ നടന്നു കിട്ടാൻ സമയമെടുക്കും. ഒരു ഹാപ്പി ഫാമിലി ഉണ്ട് എനിക്കെങ്കിൽ, ആ ഹാപ്പി ഫാമിലി ഞാൻ ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള ഹാപ്പി ഫാമിലികളായിട്ട് മറ്റുള്ളവരെ മാറ്റാൻ വേണ്ടിക്കൊണ്ട് എനിക്കിങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാത്തിടത്തോളം കാലം അത് ഒരുപാട് കാലം നമ്മുടെ കൂടെ നിൽക്കില്ല. സോ ബി കെയർഫുൾ. 1 കോടി രൂപയാണെന്ന് വിചാരിക്കുക. ആ 1 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താണ് ആ പൈസ ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നത് എന്നതായിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് വേണം. ആ 1 കോടി രൂപ കൊണ്ട് ഞാൻ വീടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ മക്കളുടെ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്നു, അഥവാ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു. അതിലൊപ്പം ഒരു പോർഷൻ, ഈ 1 കോടി രൂപയിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ വരുന്ന സാധനം ഒരു പക്ഷേ കയ്യിൽ വന്നേക്കാം, വളരെ വേഗം ഒഴുകിപ്പോവുകയും ചെയ്യേക്കാം. അതുകൊണ്ട് നമ്മൾ തങ്ങി നിൽക്കാൻ വേണ്ടതായിട്ടുള്ളൊരു ബെസ്റ്റ് മെത്തേഡാണ് ചെയ്യുന്ന പ്ലാനിങ്ങിൽ നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മുടെ സമൂഹത്തിന്, ലോകത്തിന് നന്മ ഉണ്ടാവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി കൂടി നിങ്ങൾ പ്ലാൻ ചെയ്യണം. അത് നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും വെൽത്ത് ആണെങ്കിലും ഏതും നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. പക്ഷേ ഈ ഒരു പോർഷൻ കൂടി ഉൾപ്പെട്ട രീതിയിൽ അത് നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യും എന്നതായിട്ടുള്ള ചിത്രം ഉണ്ടാക്കണം. 3ാമത്തെ, നിങ്ങൾ ChatGPT ചോദിച്ചു നോക്കുക. ഇന്നത്തെ ലോകത്താണെങ്കിൽ, പണ്ടാണെങ്കിൽ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നവരൊരു കാര്യം ചെയ്യുക, ഒരു ഡോക്ടറുടെ പിക്ചർ വലുതായിട്ട് പ്രിൻ്റ് എടുക്കുക, അതിൽ തല മാറ്റി നിങ്ങളുടെ തല വെക്കാനൊക്കെ പറയുമായിരുന്നു. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ടെക്നോളജി, AI അല്ലെങ്കിൽ ChatGPT ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ചിത്രം സഹിതം നിങ്ങൾ നടക്കുന്നത് വേണോ, ഇരിക്കുന്നത് വേണോ, എങ്ങനെയുള്ള ചിത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ പറയും. പക്ഷേ പറയേണ്ടത് എങ്ങനെ വേണം? ഒരു ക്ലിയർ ആയിരിക്കുന്ന ഇന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിക്കൊണ്ട് എനിക്കൊരു വിഷൻ ബോർഡ് വേണം. ChatGPT നമുക്ക് ഉണ്ടാക്കി തന്നെ തരും, AI നമുക്ക് ഉണ്ടാക്കി തന്നെ തരും. ഒരു വിഷൻ വേണം. ആ വിഷനിൽ റൈറ്റ് ആയിരിക്കുന്ന അഫർമേഷൻ വേണം. അഫർമേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ അത് നമുക്ക് പവർ ആക്കാൻ പറ്റുള്ളൂ. ശരിയായ അഫർമേഷൻസ് വേണം. ഒപ്പം തന്നെ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ അതിനാവശ്യമായിട്ടുള്ളത് വേണം. എനിക്ക് ആ കാര്യം നമ്മൾ ശരിയാണ്, ആ ഒരു പിക്ചർ നമ്മൾ പണ്ട് പറയും കണ്ണ് തുറന്ന് നോക്കുന്ന ആദ്യ സമയത്ത് ചുമരിൽ ഫിക്സ് ചെയ്യാനൊക്കെ പറയും. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ സ്ക്രീനാക്കി മാറ്റാൻ. എപ്പോൾ നോക്കുമ്പോഴും ഒരു ദിവസം എത്ര തവണ നമ്മൾ മൊബൈൽ നോക്കും. അപ്പോൾ മൊബൈൽ നോക്കുമ്പോൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ കാര്യം കാണുമ്പോൾ അത് വളരെ വേഗത്തിൽ നമുക്ക് അട്രാക്റ്റ് ചെയ്ത് വരും. അതുകൊണ്ട് നിങ്ങളുടെ മൊബൈലിൽ സ്ക്രീനാക്കത്തക്ക രീതിയിൽ ശരിയായ ചിത്രം, ശരിയായ അഫർമേഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇന്നൊരു കാര്യത്തിന് വേണ്ടി, എൻ്റെ എയിമിന് വേണ്ടി ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൂടെ പെർഫെക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിനെ സ്വന്തമാക്കിയിട്ട് പറ്റുമെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ ഉള്ളിൽ, പുറത്ത് കിടക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ വീട്ടിൽ വന്ന് നിങ്ങളുടെ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ മൊബൈലിൻ്റെ സ്ക്രീൻ ആക്കിക്കൊണ്ട്, അഥവാ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇത് കാണത്തക്ക ഒട്ടിച്ചു വയ്ക്കുക. ഇങ്ങനൊരു ക്ലിയർ ആയിരിക്കുന്ന ചിത്രം ഉണ്ടാക്കണം. അതെന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് ചിന്തിക്കണം. അത് കഴിഞ്ഞ ശേഷം ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കി പിന്നെ അതിനെ നിങ്ങൾ ഫിക്സ് ചെയ്യുക. ഈ 4 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വിഷൻ ബോർഡിലൂടെ വളരെ വേഗത്തിൽ നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.